അച്ഛൻ വിട്ടിത്തം പറയാതെ എന്താ സംഭവിച്ചെന്ന് പറ. അത് എന്ത് വിട്ടിത്തം അച്ഛൻ കാണിച്ചേ? ബെനിഫിറ്റ് കിട്ടിയ കാശ് മുഴുവൻ അച്ഛൻ അവർക്ക് അയച്ചു കൊടുത്തോ? നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ? അല്ല, ഇതെന്തോ വലിയ ചതിയാ. അച്ഛനല്ലല്ലോ, കലയമ്മ അച്ഛന്റെ ഫോണെടുത്ത് ട്രാൻസ്ഫർ ചെയ്യായിരുന്നില്ലേ? അതാർക്കായിരുന്നു നോക്കിയേ? നോക്ക്. എന്താണ് ചേച്ചി? 26 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന കലാവതിയുടെ അക്കൗണ്ടിലേക്ക്. ചതിയായിരുന്നു അല്ലേ? അച്ഛനെ ചതിക്കുമായിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ല. അച്ഛനല്ലാതെ ആരെങ്കിലും കലാവതി വിശ്വസിക്കോ? ഒരു വാക്ക് ഞങ്ങളെ വിളിച്ച് ചോദിക്കായിരുന്നല്ലോ. പറ്റിപ്പോയി. അന്നേരം അച്ഛൻ അതൊന്നും ചിന്തിച്ചില്ല. എന്റെ അമൃതമോളുടെ രക്ഷ മാത്രമായിരുന്നു മനസ്സിൽ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ബാങ്കിൽ അറിയിക്കണം. അക്കൗണ്ട് ഫ്രീസ് ചെയ്യിക്കണം. ശരി സാർ, ഞാനോട് പറഞ്ഞേക്കാം അങ്ങോട്ട്, അതോ ഞാൻ തന്നെ വരണം അങ്ങോട്ട്? ഓക്കെ, വലിയ ഉപകാരം സാർ. ശരി മഹേന്ദ്ര, പോവാം. സിയെ വിളിച്ചത്. കാർ അവർ കണ്ടുപിടിച്ചു. റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അനന്തകൃഷ്ണന്റെ അമൃതയുടെ പൊടി പോലും ഇല്ല. അതിരിക്കട്ടെ, ചേച്ചി പോയ കാര്യം എന്തായി? പൈസ മുഴുവനും ഞാൻ ട്രാൻസ്ഫർ ചെയ്തെടുത്തു. പക്ഷേ ആ പെമ്പിള്ളേർക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. പ്രശ്നമാവോ? അവർ കംപ്ലൈന്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പണം ഇവിടുന്നാന്നറിയില്ലേ? അതവിടെ ഉണ്ടെങ്കിലല്ലേ. പല അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി അത് തിരിച്ചെടുക്കാനൊന്നും അവര് വിചാരിച്ചാൽ നടക്കില്ല. അല്ലെങ്കിൽ തന്നെ നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചന്ദ്രന്റെ ഭാര്യ ഇപ്പോഴും ഞാൻ തന്നെയാ. ഭർത്താവ് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? ചന്ദ്രൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നാണെന്ന് നമുക്കങ്ങ് സ്ഥാപിക്കാം. ഇനി ഇവിടെ നിൽക്കണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴേ ആ പെമ്പിള്ളരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഇവിടെ വെച്ചൊരു സംസാരം ഉണ്ടായ അതെല്ലാവർക്കും നാണക്കേടാ. പോവാം. വണ്ടി എന്ത് ചെയ്യുമെന്നാ പറഞ്ഞ? സി ഒരു കോൺസ്റ്റബിളെ വിട്ട് എടുത്തു തരാന്നാ പറഞ്ഞു. വാ. ഇന്ന് ബാങ്ക് അവധിയാ. അല്ലെങ്കിൽ തന്നെ 3 ബാങ്കുകളിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. കലാവതി ഇപ്പോ കാശെല്ലാം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടാവും. അതിനുള്ള കുബുദ്ധി അവർക്കുണ്ട്. എന്നാലും ഇങ്ങനൊരു അബദ്ധം കാണിച്ചല്ലോ അച്ഛാ. സമ്മതിച്ചിരിക്കുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ ആന്റി പോലെ ആവണം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്റെ വഴിക്ക് ശ്രമിക്കാം. എനിക്കും കിട്ടാനുള്ളത് വാങ്ങണമല്ലോ. ശരി ആന്റി. കലാന്റിയാ, ചന്ദ്രനങ്ങളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ മുഴുവൻ അവരുടെ കയ്യിലായി. എങ്ങനെ? അവർക്ക് ബുദ്ധിയുണ്ട്. ഇവിടെയുള്ളവരെ പോലെ അല്ലല്ലോ. അതെന്താ നീ എന്നെ കുറ്റം പറയുന്നത്? ചന്ദ്രനങ്ങളിൽ നിന്ന് കാശി കിട്ടിയ ദിവസം കലാന്റി പറഞ്ഞതാ അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന്. അവര് പറഞ്ഞതുപോലെ ചെയ്തു. ഇവിടത്തെ കാര്യോ? ആ 60 പവൻ സ്വർണം മേടിച്ചെടുക്കാൻ അംബികാന്റി എന്തൊക്കെ ചെയ്തു, എന്നിട്ട് കിട്ടിയോ? ഇതാണ് കലാന്റിയും അംബികാന്റിയും തമ്മിലുള്ള വ്യത്യാസം. അമ്മയ്ക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ കുരുട്ടുബുദ്ധിയില് നീയും ഒട്ടും മോശമല്ലല്ലോ. ആ സ്വർണം വാങ്ങിച്ചെടുക്കാനുള്ള വഴി നീ നോക്ക്. ഞാൻ നോക്കാം.
പക്ഷേ സ്വർണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോ അംബികാന്റിയുടെ നിറം മാറാതിരുന്നാ മതി. പണ്ട് അമൃതയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങാൻ നമ്മളെ പറ്റിച്ചു പോയത് ഓർമ്മയുണ്ടല്ലോ. ആ സൈസ് പണി കാണിക്കരുത്. അത് നീ അമ്മയോട് പറയും. ഞാൻ പറയും, മുഖത്ത് നോക്കി തന്നെ പറയും. കാരണം ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല. അമൃത എവിടെയാണെങ്കിലും അവൾ തിരിച്ചു വരുന്നതിന് മുന്നേ കാര്യം നടക്കണം. ഇപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി, ഹോട്ടൽ പൂട്ടുകയും ചെയ്തു. ഇനി സ്വർണം കൂടി നമ്മുടെ കയ്യിലെത്തിയ പഞ്ചരത്നങ്ങൾ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലാവും.